ജാർഖണ്ഡിൽ ഇപ്പോൾ ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്തതിന് തൊട്ട് പിന്നാലെ ഇന്നലെ രാത്രി നാടകീയ സംഭവവികാസങ്ങൾക്കൊടുക്കം ഹേമന്ത് സോറനെ രാജിവെക്കേണ്ടി വന്നു. ചമ്പൈ സോറൻ പകരം മുഖ്യമന്ത്രിയായിട്ടുണ്ട്, പക്ഷേ സത്യപ്രതിജ്ഞ ആയിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ EDയെ വിട്ട് പല രീതിയിലുള്ള നടപടികൾ എടുപ്പിക്കുക. അതിലിപ്പോൾ ഹേമന്ത് സോറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ഭൂമി കൈമാറ്റത്തിൽ അനധികൃത ഇടപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒടുക്കമാണ് ഇപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലേക്ക് വന്നാൽ അരവിന്ദ് കെജ്രിവാളിനെതിരെയും ED വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് BJP ഇതര സർക്കാരുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഹേമന്ത് സോറൻ എന്ന് പറയേണ്ടി വരും. ദാവൂദ് സാഹിബ്, എന്താണ് ജാർഖണ്ഡിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിയിരുന്നു? സൈഫ് പറഞ്ഞ മാതിരി തന്നെ ഇത് ED എന്നുള്ളത് ഞാൻ മുമ്പ് ED ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ഇന്ത്യയിൽ. അപ്പോൾ അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുക എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്തുകൊണ്ടാണ് ED BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോകാത്തത്? അവിടെ കള്ളപ്പണം ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരു കള്ളപ്പണവും ഇല്ലാതെ BJPക്കാരുടെ അടുത്ത് എന്ന് മാത്രമല്ല, നേരത്തെ കള്ളപ്പണ ആരോപണം, അഴിമതി ആരോപണമൊക്കെ നേരിട്ട ആളുകൾ BJPയിലെത്തുമ്പോൾ അന്വേഷണം നിൽക്കുന്നുണ്ട്. സുവേന്ദു അധികാരിയുടെ കാര്യം എടുത്താൽ ബംഗാളിൽ ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ, അദ്ദേഹത്തിനെതിരെ എന്തോരം ആരോപണം ഉന്നയിച്ചതായിരുന്നു. ഈ ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ നമുക്കറിയില്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ED ഇങ്ങനെ എടുക്കുന്ന കേസ് 0.25% ആണ് അവരുടെ കൺവിക്ഷൻ റേറ്റ്. എല്ലാ കേസും ചീറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ കേസെടുത്ത് കഴിഞ്ഞാൽ ദീർഘകാലം അകത്തിടാൻ പറ്റും. അത് ഏതോ കാലത്താണ് കോടതിയിൽ ഇതൊക്കെ വരിക. അപ്പോൾ ഇത് ചീറ്റിപ്പോയി ആരെങ്കിലും ഓർക്കുമോ? അന്ന് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരിക്കും പിടിച്ചുകൊണ്ടുപോയതാണ്, ആ കേസ് 5-8 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിധി വരും, ആരെങ്കിലും ഓർക്കുമോ? ആരും ഓർക്കില്ല. ഈ PMLA ആക്ട് അത്രയും മാരകമായിട്ടുള്ളൊരു നിയമമാണ്. അത് വെച്ചിട്ട് ആളുകൾ അകത്തിടാനും ദീർഘകാലം ജാമ്യമില്ലാതെ അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു മുഖ്യമന്ത്രി അതിൽ പ്രതിയാകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ, അങ്ങനെ ഉണ്ടായില്ലേ? അപ്പോൾ അതിൽ അസ്വാഭാവികതൊന്നുമില്ല. ഈ രാഷ്ട്രീയം അങ്ങനെ പോവുകയാണ്. ജാർഖണ്ഡ് എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദി ഹെഡ്ലാൻഡിൽ ബീഹാറായിരുന്നു BJP ഭരിക്കാത്തൊരു സംസ്ഥാനം, അത് മറച്ചിട്ടു, അവരുടെ സഖ്യം വന്നു. ജാർഖണ്ഡ് ബാക്കിയുണ്ട്. ജാർഖണ്ഡ് ഈ പറയുന്ന JM എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ, ഒരു ആദിവാസി പാർട്ടിയാണ്. അത് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതും അവരുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിരിക്കാം. അത് നടക്കും. പക്ഷേ ഈ സംഭവത്തിൽ എനിക്ക് എന്നെ ആകർഷിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡൽഹിയിലെ ഹേമന്ത് സോറൻ്റെ വസതിയിൽ EDയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് തപ്പുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അവിടെ ജാർഖണ്ഡ് പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം. ഇദ്ദേഹം ST ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അപമാനിച്ചു, അവിടെ വീട് കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് ST അട്രോസിറ്റിയാണത്. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ ഈ ED ഉദ്യോഗസ്ഥരെ ജാർഖണ്ഡ് പോലീസിനെ ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റും നിയമപരമായിട്ട്. ഇതാണ് ഇതിൽ ഈ പറയുന്ന ED, അതേപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, CBI, ഇത്തരം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത വസ്തുക്കളൊന്നും തൻ്റേതല്ല എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചിട്ട് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ഒരു സാധ്യതയാണത്. അവിടുത്തെ നിയമങ്ങൾ വെച്ച് നിയമപരമായിട്ട് തന്നെ അവരെയും പിന്നാലെ കൂടുക എന്നുള്ളതാണ് ഉള്ളൊരു സാധ്യത. ആ സാധ്യതയാണ് ഹേമന്ത് സോറൻ ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ മുമ്പ് നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ ക്രൈം ബ്രാഞ്ച് മറ്റേ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ED ഇങ്ങനെ കയറി നിറങ്ങുമ്പോൾ EDക്കെതിരെ കേരളത്തിലെ ക്രൈം ബ്രാഞ്ച് ഒരു കേസെടുത്തിട്ടുണ്ട്. ഈ തെറ്റായ ഇതാക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസെടുത്തിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അത് പലരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ഉപയോഗിച്ചില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ സംഭവിക്കാനിടയുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പശ്ചിമ ബംഗാൾ നമ്മൾ 2 ആഴ്ച മുമ്പ് കണ്ടല്ലോ, ED ഉദ്യോഗസ്ഥരെ പഞ്ഞി കിട്ടും ആൾക്കാർ റോട്ടിൽ തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. അത് നല്ല കാര്യമാണെന്ന് വെച്ചാൽ അതൊരു നിയമവ്യവസ്ഥ നൽകുന്ന രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കേന്ദ്ര ഏജൻസി
ED ഇപ്പോൾ ഈ പറയുന്ന റെയ്ഡൊക്കെ നടത്തുമെന്ന് പറയുമ്പോൾ ടെക്നിക്കലി അത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണല്ലോ അല്ലേ. അപ്പോൾ അവരുടെ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെതിരെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസി, അതും ഔദ്യോഗിക ഏജൻസി, അവർക്കെതിരെ കേസെടുക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വ്യാപകമായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സിസ്റ്റം കൊളാപ്സ് ആണെന്നുള്ളതാണ്. ഒരുതരം അരാജകാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ, ആരോഗ്യകരമായി പോകേണ്ട, നല്ല രീതിയിൽ പോകേണ്ട സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ അത് മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് രാജ്യത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതല്ലാതെ വഴിയില്ല. അവരുടെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് EDയേക്കാൾ കുറഞ്ഞ അധികാരമായിരിക്കും, പക്ഷേ ആ അധികാരം ഉപയോഗിച്ച് അവർക്ക് പ്രവർത്തിക്കണമായിരിക്കും. പക്ഷേ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇതിലും കഷ്ടമാണ്. കെജ്രിവാളിന് ഇതൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പോലീസില്ല. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ട് അവിടെ നിൽക്കുന്നില്ല. അദ്ദേഹം നെക്സ്റ്റ് ചെസ് നമ്പർ എന്ന് പറയില്ലേ, അതുപോലെയുള്ള നെക്സ്റ്റ് ചെസ് നമ്പറാണ് ആയിരുന്നു കെജ്രിവാൾ. അപ്പോൾ പുള്ളിയെ എപ്പോഴാണ് പിടിച്ച്, അദ്ദേഹത്തിൻ്റെ 2 മന്ത്രിമാർ ഇപ്പോൾ തന്നെ അകത്താണ്, അദ്ദേഹത്തെ എപ്പോഴാണ് അകത്തിടുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചതുപോലെ, ജാർഖണ്ഡിൽ അവർ ആ പോലീസ് കേസെടുത്തതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രാജ്യം അരാജകത്വത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. നിഷാദ് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ടിക്കറ്റ് പോവുകയാണ്. അത് നോക്കിയാൽ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇതിൻ്റെ അപകടകരമായ വശങ്ങളെക്കുറിച്ച് ഏതാണ്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. ഞാൻ BJPയുടെ ഒരു ഹീറോയിസം എന്താ നോക്കായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർ, അവരെ ഞങ്ങൾ വേട്ടയാടി തീർക്കും എന്നാണ്. ഇതിന് മുമ്പ് എത്രയോ ദശാബ്ദങ്ങൾ ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഭരിച്ച സമയത്ത് ഈ പറയുന്ന വെറുപ്പിൻ്റെ ആശയത്തിൻ്റെ തുടക്കം മുതലുള്ള അതിൻ്റെ ആവിർഭാവം, അതിൻ്റെ വളർച്ച, അതുണ്ടാക്കിയിട്ടുള്ള കലാപങ്ങൾ, സംഘർഷങ്ങൾ, അതിലെ സൂത്രധാരന്മാർ, ചെറുനഗരങ്ങളിലെ സ്ഫോടനങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നിട്ട് കൂടി അതിനെ പൂട്ടാൻ, അതിനെ അവസാനിപ്പിക്കാൻ, വലിയ കലാപങ്ങൾ സൃഷ്ടിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊന്ന സൂത്രധാരന്മാരെ കണ്ടെത്താൻ, പൂട്ടാനൊന്നും കോൺഗ്രസ് ശ്രമിച്ച കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിപ്പോൾ കാരണങ്ങൾ ഏതുമില്ലാതെ മുഴുവൻ രാഷ്ട്രീയ ശത്രുക്കളെ എന്ന് വെച്ചാൽ നെഹ്റു കുടുംബത്തിനെ കംപ്ലീറ്റ് തീർക്കാനാണ് അവരുടെ പ്ലാൻ. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കൂടി ഹെറാൾഡ് കേസിൽ പൊക്കിയെടുത്ത് അകത്തിട്ട് തീർക്കുക എന്ന ഉദ്ദേശത്തിൽ അവർ വർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരാളോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് BJPയുടെ ലൈൻ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാണ്, ആലോചിച്ച് നോക്കണം. മുഖ്യമന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള തലക്കെട്ട് ഒഴിവാക്കാൻ തലേദിവസം പോയി മണിക്കൂർ മുമ്പ് രാജിവെച്ചിട്ട് അങ്ങനെ അറസ്റ്റിലായതാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അകത്തിടാൻ പോലും അവർക്ക് അങ്ങനത്തെ ധാർമ്മികതാ പ്രശ്നമൊന്നുമില്ല. ഈ പി ചിദംബരം ഈ എന്താ പറയുക, നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിപ്പിക്കുന്ന ഒരു ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തത്തിന് ഹേതുവായ പ്രത്യയശാസ്ത്രം, അതിൻ്റെ വളർച്ചയ്ക്ക് പി ചിദംബരം ഭരണപരമായി എടുത്ത സമീപനങ്ങൾ എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അയാളെ അകത്തിട്ടുകൊണ്ടാണ് ഇവരുടെ തുടക്കം. എല്ലാവരെയും, അതായത് ഞങ്ങളുടെ സിമെൻറ്റ് തറയെ കിടത്തിക്കൊണ്ടാണ് അവരുടെ പ്രതികാരത്തിൻ്റെ തുടക്കം. അപ്പോൾ ഒരു കോംപ്രമൈസും ഇല്ല. ഇഷ്ടമില്ലാത്തവർ അപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും, നിതീഷ് കുമാർ അപ്പുറത്ത് പോകുന്നു, തൊട്ടടുത്ത ദിവസം തേജസ്വി യാദവിനെയും അച്ഛൻ ലാലു പ്രസാദ് യാദവിനെയും ചോദ്യം ചെയ്യുകയാണ്. ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കും. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ ചേരാം. നേരത്തെ പറഞ്ഞ സുവേന്ദു അധികാരി കൂടെ ചേർന്നപ്പോൾ ശാരദാ ചിട്ടി ഫണ്ട് ഓർമ്മയിലേ ഇല്ലാതായി പോയി. പിന്നെ എന്താണ് അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, അദ്ദേഹം വലിയ അഴിമതി ആരോപണം നേരിട്ട ആളാണ്. ഇപ്പുറത്ത് വന്നു പ്രധാനപ്പെട്ട നേതാവായി ആദിയില്ല. നാരായൺ റാണെ മഹാരാഷ്ട്രയിൽ, അദ്ദേഹം ഭയങ്കര അഴിമതി ആരോപണം കേട്ട ആളാണ്. ഇപ്പുറത്ത് വന്നു, ഒരു കേസുമില്ല, ഒരു പ്രശ്നവും BJPക്ക്. കൂടെ ചേരുക, ഒന്നിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തീർക്കുമെന്നാണ് BJPയുടെ പ്ലാൻ എന്ന് നമ്മൾ കാണുക. അപ്പോൾ അത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഇപ്പം സ്റ്റാലിനാണ് അതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയി സംസാരിച്ചിട്ടുള്ള ഒരാൾ. ഇത് ഭയങ്കരമായ രാഷ്ട്രീയ വേട്ടയാണ്, അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം സ്റ്റാലിൻ അതിൻ്റെ നന്നായി സ്മെല്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുകയെന്ന്. അടുത്ത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും. നാളെ ഒരു പക്ഷേ സ്റ്റാലിൻ്റെ വീട്ടിലേക്കും പോലീസ് വരാം, അല്ല ED വരാം എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ സാഹചര്യത്തെ സ്റ്റാലിൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു ശരിയാവണ്ണമുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിലേക്ക്, പ്രതിരോധം ഉണ്ടാക്കുന്നതിൽ എന്തുമാത്രം ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ചോദിച്ചാൽ ഇപ്പോഴും അതിനകത്ത് നിരാശയാണ് ഉത്തരം. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ തവണ റിപ്പബ്ലിക് ദിനത്തിൽ ആണ് തമിഴ്നാടിൻ്റെ നിശ്ചല ദൃശ്യം പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല. അത് സ്റ്റാലിൻ കൊണ്ടുവന്ന് ചെന്നൈ മുഴുവൻ ഓടിച്ചല്ലോ. അന്ന് സ്റ്റാലിൻ കോൺഗ്രസ് BJP ഇതര മുഖ്യമന്ത്രിമാർക്കും പ്രധാനപ്പെട്ട കക്ഷികൾക്കും എല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു. പക്ഷേ അത് വർക്കായില്ല. അതിന് വെച്ചാൽ സ്റ്റാലിൻ കാണിച്ച ആവേശം എല്ലാവരും കാണിച്ചില്ല, അത് വർക്കായില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗൗരവം പുള്ളിക്കാരന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത്തരം പ്രതിരോധ ആശയങ്ങൾ രൂപപ്പെട്ടു വരുമോ സാധ്യമാവും എന്നുള്ളതാണ് ഇവിടെ ഉറ്റുനോക്കേണ്ട കാര്യം. ഇപ്പോഴും അത് ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അരവിന്ദ് കെജ്രിവാളിന് ഒന്നും ചെയ്യാൻ, കയ്യിലൊരു സംഗതി ഇല്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ല. ജാർഖണ്ഡ് പോലീസ് എടുത്ത കേസിൽ അവരെങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. മറ്റേതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി വരെയാണ് ഇടപെടും. പശ്ചിമ ബംഗാളിലെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതിരോധം എന്ന് പറയുന്ന സംഗതിക്കകത്ത്. അപ്പോൾ അത് വിജയിക്കാൻ സാധ്യത ഉള്ള ഒന്നല്ല.
മറിച്ച് ഇത് മുഴുവൻ തകർന്നു. ഇനി ഒരു ധാർമ്മിക തത്വദീക്ഷയില്ലാത്ത ഭരണകൂടം ഇങ്ങനെ വേട്ടയാടി തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനെതിരെ ഒരു പ്രതിരോധം ഉയർന്നു വരുന്ന പ്രതിരോധവും അസാധാരണമായിരിക്കണം. അതായത് വേട്ട എന്ന് പറയുന്ന സംഗതി, ഭരണകൂടം നിർവഹിക്കുന്ന അനീതി അങ്ങേയറ്റം അസാധാരണമാണെങ്കിൽ അതിനോടുള്ള പ്രതിരോധത്തിനും അസാധാരണ രൂപമായിരിക്കണം. അത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. അത് ഏറ്റെടുക്കാൻ, അതിന് ഇനീഷ്യേറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുമോ, അതിന് ആരുണ്ടാകുമെന്ന ക്വസ്റ്റ്യനേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഭീതിതമായ സാഹചര്യം രാജ്യമാകെ നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ തന്നെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. വാട്ട് ടു നെക്സ്റ്റ് എന്ന് അങ്ങേയറ്റം ഭീതിയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഔട്ട് ഓഫ് ഫോക്കസിന് സമയം ഇവിടെ തീരുകയാണ്. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.